കാലവർഷം കനത്തതോടെ സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതം താളം തെറ്റിയിട്ടുണ്ട്. ട്രാക്കിൽ മരം വീണ് കോഴിക്കോട് ഷൊർണൂർ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. 10ലേറെ ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് റെയിൽവേ ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത്? ഏതൊക്കെ ട്രെയിനുകൾ ഇപ്പോൾ വൈകി ഓടുന്നുണ്ട്? എത്ര സമയം? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ മഴക്കെടുതി പൂർണ്ണമായും ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരിയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട് നമ്മൾ കണ്ടതാണ് ട്രാക്കിലേക്ക് മരം വീണ്. ഇന്ന് കോഴിക്കോട് അരീക്കോട് വെച്ചിട്ടാണ് ഈ മരം ട്രാക്കിലേക്ക് വീണത്. മരം മാത്രമല്ല, ഒരു വീടിന്റെ മേൽക്കൂരയും ഇടിഞ്ഞ് ട്രാക്കിലേക്ക് വീണു. തുടർന്നാണ് ഈ ഷൊർണൂർ കോഴിക്കോട് പാതയിൽ ട്രെയിനുകൾ രൂക്ഷമായി വൈകുന്ന സാഹചര്യമുണ്ടായത്. 10ഓളം ട്രെയിനുകളാണ് വൈകി ഓടുന്ന റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേത്രാവതി എക്സ്പ്രസ്, പരശുരാം എക്സ്പ്രസ്, മംഗലാപുരം തിരുവനന്തപുരം ഏറനാട്, അതോടൊപ്പം മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്, അങ്ങനെ 10ഓളം ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം ഈ ട്രെയിനുകൾ വൈകി ഓടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ മരം എല്ലാം തന്നെ ട്രാക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും സമയം പാലിക്കാൻ ഇനിയും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സമാനമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ശക്തമായ മഴക്കൊപ്പം കാറ്റുമുണ്ട്. അതാണ് ഈ മരങ്ങൾ പെട്ടെന്ന് തന്നെ റെയിൽവേ ട്രാക്കിലേക്ക് കടക്കം ഒടിഞ്ഞു വീഴാനുള്ള സാഹചര്യത്തിന് വഴിവെക്കുന്നത്. എന്നാൽ റെയിൽവേ അതുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടപ്പെട്ട നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ടി.കെ. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ട്രെയിൻ ഗതാഗതത്തെ കാര്യമായി തന്നെ ഈ കനത്ത മഴ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ ബാധിച്ചിട്ടുണ്ട്. 10ഓളം ട്രെയിനുകൾ ഇപ്പോൾ വൈകിയാണ് ഓടുന്നത് എന്നുള്ളതാണ് വിവരം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.